കോട്ടയം പള്ളിക്കത്തോട് ആഹ്ലാദ പ്രകടനത്തിനിടെ കേരള കോൺഗ്രസ് എം സംഘർഷമുണ്ടായെന്നാണ് വാർത്ത. ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുകൂടി അറിയുന്നു. പള്ളിക്കത്തോട് സ്വദേശി ജോൺ പി തോമസ് ആണ് മരിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ദൗർഭാഗ്യകരമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരാളുടെ മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് അവിടെ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. ഈ സംഘർഷം തന്നെയാണോ ഈ മരണകാരണമായത്? ഈ സംഘർഷത്തിനിടയിൽപ്പെട്ട ആൾക്കാണോ ഇങ്ങനെ കുഴഞ്ഞു വീണ് പിന്നീട് മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ സംഘർഷം? പ്രജിൻ, ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഘർഷം ഉണ്ടായത്. അതായത് ഈ പള്ളിക്കത്തോട് ഡിവിഷനാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പാമ്പാടി ബ്ലോക്കിലെ പള്ളിക്കത്തോട് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അതിന്റെ ആഹ്ലാദ പ്രകടനവുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ വന്നു. ഒപ്പം തന്നെ തോറ്റത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവരും ഈ കവലയിൽ പള്ളിക്കത്തോട് ഈ പ്രദേശത്ത് ആനിക്കാട് ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇവരും തമ്മിൽ ആദ്യമേ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചില സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അവിടെ ഈ തോറ്റ സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പോൾ ഈ മരിച്ച വ്യക്തി. അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് പിടിച്ചു മാറ്റുന്നതിന് വേണ്ടി ആ സംഘർഷത്തിനിടയിലേക്ക് വരികയായിരുന്നു. അതിനിടയിൽ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് ഇയാളുടെ മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘർഷത്തിനിടയിൽ മറ്റ് മർദ്ദനമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷത്തിനിടയിലാണ് ഈ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ സഹോദരൻ ആ ഡിവിഷനിൽ തോൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ദൗർഭാഗ്യകരമാണ് കോട്ടയത്തെ സംഭവം. ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായൊരു നടപടിക്രമമാണ് തെരഞ്ഞെടുപ്പ്. അതിലെ ജയപരാജയങ്ങൾ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് അതിന്റെ സൗന്ദര്യം ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിയത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, സംഘർഷങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാകുമ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമാണ്, ദൗർഭാഗ്യകരമാണ്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.